എല്ലാ കൂട്ടുകാർക്കും കേട്ടറ്റ് 4 ടീച്ചിങ് മെത്തഡോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത്വരീഖത്തുൽ മുബാശറയാണ്. നേരിട്ടുള്ള രീതി അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അറബി അധ്യാപകൻ അറബി ഭാഷയിൽ തന്നെ ക്ലാസ് എടുക്കുക. ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ക്ലാസ് എടുക്കുക. ഒരു ഉറുദു അധ്യാപകൻ ഉറുദു ഭാഷയിൽ തന്നെ ക്ലാസ് എടുക്കുക. അവിടെ ഒരു നാച്ചുറൽ സെറ്റിങ്സ് ഉണ്ട്. മാതൃഭാഷയിലേക്ക് കാര്യങ്ങൾ തർജ്ജമ ചെയ്യാതെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ, ഒരു അറബി അധ്യാപകൻ അറബിയിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു ജവ്വുൻ ത്വബീഇയാണ്. ഒരു നാച്ചുറൽ സെറ്റിങ്സ് അവിടെ ഉണ്ടാകുന്നു. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അൽ മുറാദു ഉദ്ദേശ്യം ബിഹാദിഹി ത്വരീഖ, ഈ ത്വരീഖത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം തഅലീമുൽ ലുഗ, ഒരു ഭാഷ പഠിപ്പിക്കാണ്. എങ്ങനെ പഠിപ്പിക്കണം? ഫി ജവ്വിൻ ത്വബീഇയ്യിൻ, ഇൻ എ നാച്ചുറൽ സെറ്റിങ്സ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വബിഖ്തിലാഖി, സൃഷ്ടിച്ചുകൊണ്ട്, ബൈ ക്രിയേറ്റിംഗ്, ബിഅത്തൻ, ഒരു അന്തരീക്ഷം, മുവാഫിഖത്തൻ, യോജിക്കുന്ന അന്തരീക്ഷം. എങ്ങനെയാണ് യോജിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക? ബൈ ക്രിയേറ്റിംഗ് എ സൂട്ടബിൾ എൻവയോൺമെൻറ്റ്. എങ്ങനെ ഉണ്ടാക്കണം? ബിഗൈരി അൻ യതവസ്സല, മാധ്യമമായി കാണാതെ, ഇല തർജുമ, അർത്ഥം പറഞ്ഞു കൊടുക്കാതെ. ഇനി മാതൃഭാഷയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വാക്കിൻ്റെ അർത്ഥമൊക്കെ വേണമെങ്കിൽ പറയാം, ഇല്ല ഇന്ദല്ലറൂറ, അത്യാവശ്യ സമയത്തല്ലാതെ. ഇനി ഇതിനൊരുപാട് ഘട്ടങ്ങളുണ്ട്. വഹിയ, ഈസ് മെത്തേഡ് തതലമ്മനു, അത് ഉൾക്കൊള്ളുന്നു, അലൽ അനാസിരി താലിയ, താഴെ വരുന്ന ഫാക്ടേഴ്സ്. ഒന്നെന്താണ്? അത്തർക്കീസു, കേന്ദ്രീകരിക്കുന്നു, അല തഖ്ദീമിൽ കലിമാത്ത്, വാക്കുകളെ മുന്നോട്ട് വെക്കാൻ, വൽ ജുമൽ, വാക്യങ്ങളെയും, ഫി ബിഅത്തിൻ ലുഗവിയ, ഇൻ എ ലിംഗ്വിസ്റ്റിക് എൻവയോൺമെൻറ്റ്, ഭാഷാപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇത് കൊടുക്കുക. യർബിത്തുൽ മുഅല്ലിമു, അധ്യാപകൻ ബന്ധിപ്പിക്കുന്നു, അലൽ ഫാല, വാക്കുകളെ, ബിൽ അഷിയ, ഈ വസ്തുക്കൾ കൊണ്ട്. അപ്പോൾ നമ്മൾ ദിസ് ഈസ് പെൻ എന്ന് പഠിപ്പിക്കുമ്പോൾ പേന ഉയർത്തിയിട്ട് കാണിച്ചു കൊടുക്കുക, ദിസ് ഈസ് പെൻ. അവിടെ എന്ത് ചെയ്യണില്ല? മാതൃഭാഷയിൽ പേന എന്നർത്ഥം വെക്കണില്ല. ബിഗൈരി വാസിത്തത്തിൽ മഅന, മഅനയുടെ മാധ്യമം